33 പള്ളികൾ തലശ്ശേരി കലാപത്തിൽ തകർക്കപ്പെട്ടു. ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നത് കലാപമെന്ന് നടത്തിയിരുന്നത് സംഘപരിവാരും RSSുമായിരുന്നു എന്നാണ്. എന്നാൽ നാം അറിയണം, 33 പള്ളികൾ ആ കലാപത്തിൽ തകർക്കപ്പെട്ടപ്പോൾ അതിൽ 15 തകർക്കപ്പെട്ട പള്ളികൾ നിലനിന്നിരുന്ന സ്ഥലത്ത് അന്നൊരു പേരിന് പോലും ഒരു RSSകാരൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഏത് RSSകാരനാണ് ഈ പള്ളികൾ തകർത്തത്? 15 സ്ഥലങ്ങളിൽ പേരിന് പോലും ഒരു RSS ഉണ്ടായിരുന്നില്ല. അതൊക്കെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ഈ 33 പള്ളികളും തകർത്തു. നമുക്ക് പിന്നെ 525 FIR റിപ്പോർട്ടാണ് വിധേയത്തിൽ കമ്മീഷൻ പൊതുജനത്തിന്റെ മുന്നിലേക്ക് വെച്ചത്. അതിൽ നമുക്ക് കാണാൻ കഴിയും, മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടക്കം കുറിച്ച പിണറായി പാറപ്പുറത്തും ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. ഡിസംബർ 30 ആ മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടുകയുണ്ടായി. ഇസ്ലാമിക സമൂഹത്തിന്റെ സംരക്ഷണോത്തരവാദിത്വം മൊത്തത്തിൽ ഏർപ്പെടുന്ന പള്ളിക്ക് വേണ്ടി ഷഹാദത്ത് വരിച്ച കുഞ്ഞിരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണെന്ന് മുസ്ലിമുകളോടൊപ്പം നിൽക്കുന്നവരെന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പാർട്ടി ആദ്യമായി കേരളത്തിൽ കൊടികുത്തി വാണിരുന്ന പിണറായി പാറപ്പുറത്തുള്ള ഒരു പള്ളി ഡിസംബർ 30 തകർക്കപ്പെടുമ്പോൾ അന്നത്തെ ദിവസം തകർത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ രണ്ടാമത്തെ ദിവസം 31 വന്ന് പൂർണ്ണമായി ആ പള്ളി തകർക്കുമ്പോൾ എന്തുകൊണ്ട് ആണത്വമുള്ള നട്ടെല്ലിനുറപ്പുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ആ പള്ളി തകർക്കാൻ വന്നവരെ തടയാനുണ്ടായപ്പോൾ എന്താ അതിനൊരു കാരണം? അവസാനം അന്വേഷണമൊക്കെ നടന്നിട്ട് പ്രതികളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ നമുക്കറിയോ, സംഘപരിവാരം പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്ന പള്ളികളുടെ ലിസ്റ്റിൽ ഈ പള്ളിയും എടുക്കുമ്പോ ആ തകർത്ത് കളഞ്ഞ കുറ്റവാളികളുടെ പേര് പുറത്തു വരുമ്പോ കേരളത്തിന്റെ ഇന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ സഹോദരൻ പിണറായി കുമാരനും അതിലൊരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ. അയാളും ഒരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ. ഈ കള്ളക്കഥകൾ പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ സേവകരും സംരക്ഷകരുമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിളിച്ചു.